ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻ എപ്പോഴും മുമ്പേ തന്നെ നൽകും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ മമത മോഹൻദാസ് കരാറൊപ്പിട്ട കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടുന്നൊരു വിവരം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ ഒരു അഞ്ചോളം ഇൻഫ്ലുവൻസിലെ അതേപോലെ സിനിമ സീരിയൽ ഫീൽഡിൽ നിന്നൊക്കെ ഒരു 5ഓളം പേരെ ഇപ്പോൾ അപ്രോച്ച് ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരിൽ നിന്ന് 2 പേരെയാണ് ഈ ആദ്യമായി അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ തനി മലയാളി എന്ന് പറയുന്ന ചാനലാണ്. ഐശ്വര്യനാഥ് എന്നാണ് അവരുടെ പേര്. ഏകദേശം 12 ലക്ഷത്തോളം ആൾക്കാർ കാണുന്നൊരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇൻഫ്ലുവൻസേഴ്സ് മേഖലയിൽ നിന്ന് വന്നത് കുറേ പേരുണ്ടായത് കൊണ്ട് തന്നെ എണ്ണത്തിൽ കൂടുതലായിരുന്നു. വലിയ നല്ല സീസൺ അല്ലായിരുന്നിട്ട് പോലും ആൾക്കാർ കാണുന്നത് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിഞ്ഞ ഒരു ഇതാണ്. പിന്നെ ടിക്ടോക്കിലൂടെയാണ് നമ്മുടെ തനി മലയാളി എന്ന് പറയുന്ന ഐശ്വര്യനാഥ് ഫേമസ് ആവുന്നത്. അതുപോലെ രണ്ടാമത് ബിഗ് ബോസ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് വിഷ്ണു അഴീക്കൽ എന്ന് പറയുന്ന നമ്മുടെ കടൽ മച്ചാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഏകദേശം യൂട്യൂബിൽ 13 ലക്ഷത്തോളം ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഇദ്ദേഹത്തെ കോൺട്രവേഴ്സീസ് വിഭാഗത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോൺട്രവേഴ്സീസ് ഇൻഫ്ലുവൻസർ വിഭാഗത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ മൂന്നാമതായി നമ്മുടെ മഞ്ജുഷ മാർട്ടിൻ. എല്ലാവർക്കും അറിയാം മഞ്ജുഷ മാർട്ടിൻ ബിഗ് ബോസിൻ്റെ ഭാഗമാകാൻ സ്വയം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്രാവശ്യം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സീരിയൽ അതിൻ്റെ സംവിധായകൻ്റെ മരണത്തോടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ ഇതൊക്കെ വരുന്നുണ്ട്. ഏകദേശം 20 ലക്ഷത്തോളം ആൾക്കാരുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെയും ഇതാണ്. അതിനപ്പുറം വക്കീൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്നാണ് ഇപ്പോൾ മഞ്ജുഷയെ വിളിച്ചിട്ടുണ്ട് എന്നറിയുന്നത്. പിന്നെ സീരിയൽ ആക്ടറാണ്. സീരിയലിൻ്റെ രീതിയിലും മഞ്ജുഷയെ പരിഗണിച്ചു എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ നാലാമതായി നമുക്ക് പറയാനുള്ളത് സിനിമാ നടൻ ബാലയെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു എന്നാണ് അറിയുന്നത്. ഇവരെല്ലാവരും 100% നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 80% കൺഫേം ചെയ്യാവുന്ന ആൾക്കാരാണ്. ബാല സിനിമ രംഗത്ത് നിന്നും കോൺട്രവേഴ്സീസ് രംഗത്ത് നിന്നുമാണ് വരുന്നത് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അപ്പം ബാല അതേ കണക്ക് അമൃത ഇഷ്യൂ ഒക്കെ ഇപ്പോൾ വലിയ കോൺട്രവേഴ്സിയാണ്. അതല്ലാതെ സിനിമാ ഫീൽഡിലും അദ്ദേഹം കുറേ കോൺട്രവേഴ്സീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബാലയും ഇത്തവണ കാണുമെന്ന് നമുക്ക് വിചാരിക്കാം. അടുത്തതായി 5ാമതൊരാളെയും കൂടെ അപ്രോച്ച് ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. വർഗീസ് പോൾസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജിം വിഭാഗത്തിൽ നിന്നാണ്. അദ്ദേഹത്തെ എടുത്തിരിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കർ എന്ന ഒരു കാറ്റഗറിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം മോഡലാണ്, യൂട്യൂബറാണ്. ഏകദേശം 6 ലക്ഷം ഫോളോവേഴ്സോ മറ്റോ ഉണ്ട് ഈ പോൾസിൻ്റെ ഇതിലേക്ക്. അപ്പം ഇനിയും നമുക്ക് വിവരങ്ങൾ കുറേ പേരെ അപ്രോച്ച് ചെയ്തതായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 5 പേരെ വെച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.